ഒരു ബഹുസ്വരത ഉണ്ടാവില്ല. ഞാൻ ഒറ്റ ഉദാഹരണം പറഞ്ഞാൽ നിരവധി ഉദാഹരണങ്ങളുടെ ഗുജറാത്തിലെ ഉദാഹരണമുണ്ട്. ഞാൻ ദാദ്രിയിലെ ഉദാഹരണമാണ് പറയുന്നത്. ദാദ്രിയിൽ 2015 അഖ്ലാഖ് കൊല ചെയ്യപ്പെട്ടു. 2015 മുമ്പ് ഉത്സവത്തിൻ്റെ സമയത്ത് അവിടെ ആളുകൾ പരസ്പരം ഭക്ഷണം കൈമാറുകയും വീടുകൾ സന്ദർശിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ജാതി മത പരിഗണന കൂടാതെ ഒത്തുചേരൽ, ഇതിനാണല്ലോ നമ്മൾ നാനാത്വം ബഹുസ്വരത എന്നൊക്കെ പറയുന്നത്, അതവിടെ നന്നായി നടന്നിട്ടുണ്ട്. ഓരോ ഉത്സവത്തിലും ആ ഉത്സവവുമായിട്ട് ബന്ധപ്പെടാത്ത മറ്റ് സാമൂഹ്യ വിഭാഗങ്ങൾ എല്ലാ തരത്തിലും സഹകരിച്ചിട്ടുണ്ട്. എന്നാൽ അഖ്ലാഖ് വധം കഴിഞ്ഞപ്പോൾ ഉത്സവത്തിന് ഭക്ഷണം പരസ്പരം കൈമാറുന്നത് നിന്നു. ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ വിശ്വാസനഷ്ടം സംഭവിച്ചു. മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടങ്ങളിലൊന്ന് വിശ്വാസനഷ്ടമാണ്. പാൽക്കാരനിൽ നിന്ന് പാല് വാങ്ങാൻ പേടിയാവും. കാരണം ഒരു ചെറിയ സിറിഞ്ച് മതി അതിലേക്ക് പോയ്സൺ. അതുകൊണ്ട് അവർ പാല് വാങ്ങില്ല. പാല് വാങ്ങുന്നത് പഴയ പാൽക്കാരനോട് പാല് വാങ്ങാൻ അവൾക്ക് കഴിയില്ല, പച്ചക്കറി വാങ്ങാനാവില്ല, ഒന്നും കഴിയില്ല. അരണ്ടൊരു ജീവിതമാണ്. സത്യത്തിൽ വംശഹത്യയിൽ കൊല്ലപ്പെട്ടവർ ഭാഗ്യം ചെയ്തവരാണ് എന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് തോന്നുന്ന തരത്തിൽ ജീവിതം കുരുണ്ടു പോവുകയാണ്. അത്തരമൊരവസ്ഥ, ബഹുസ്വരത നിഷേധിയായ ഒരു ജീവിതം ഉണ്ടാക്കി തീർക്കുകയാണ്. കാരണം ബഹുസ്വരത എന്ന് പറഞ്ഞത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു താളമാണ്. ഒരാളെ എടുത്താൽ മതി, ഒരൊറ്റ ആളെ എടുത്താൽ മതി, അയാളുടെ ജീവിതം നിലനിൽക്കുന്നത് ബഹുസ്വരതയിലാണ്. പല സമയത്തുള്ള പെരുമാറ്റങ്ങൾ ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതൊന്നും ഏക മാതൃകയിലല്ല. അത് സന്ദർഭത്തിനനുസരിച്ച് പല രൂപങ്ങൾ സ്വീകരിക്കും. ഒരാളുടെ തന്നെ ജീവിതം ഇങ്ങനെയാണെങ്കിൽ നിരവധി ആളുകൾ കൂടിച്ചേർന്ന ഒരു ജീവിതം എങ്ങനെയായിരിക്കും? അതേക്കുറിച്ച് നിരവധി കാര്യങ്ങൾ നമുക്ക് വിശദീകരിക്കാവുന്നതാണ്. ഞാനൊരു വിശദീകരണം നടത്തുന്നില്ല. ഞാൻ പറയുന്നത് ഭക്ഷണത്തിലും വസ്ത്രത്തിലും പാർപ്പിടത്തിലും ഭാഷയിലും സൗഹൃദത്തിലും സ്നേഹത്തിലും എല്ലാറ്റിലും നിലനിൽക്കുന്ന വലിയൊരു വൈവിധ്യമുണ്ട്. ഇപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ കണ്ണൂരിൽ ഒരു ക്ഷേത്രത്തിൽ ഉറുമ്പ് ആരാധനാമൂർത്തിയാണ്. ഉറുമ്പച്ച ഭഗവാനെ എന്നാണ് അവിടുത്തെ പ്രാർത്ഥന. അതിന് ഉറുമ്പ് ഭക്തർക്ക് അവകാശമുണ്ട്. എന്നാൽ നമ്മെ ഉറുമ്പ് കടിക്കുമ്പോൾ ആ ഉറുമ്പിനെ എടുത്തു മാറ്റാൻ നമുക്കും അവകാശമുണ്ട്. ഈ രണ്ട് അവകാശങ്ങൾ തമ്മിൽ അംഗം കുറിക്കേണ്ട ഒരു കാര്യവുമില്ല. ചില ഗോത്ര വിഭാഗക്കാർ, അതേക്കുറിച്ച് ഒരു യാത്രാ വിവരണത്തിൽ വായിച്ചത്, അവിടെ മൗവ എന്ന് പറഞ്ഞിട്ടൊരു മദ്യമുണ്ട്, എല്ലാവരും കഴിക്കുന്ന ആ പ്രദേശത്തൊരു മദ്യമാണ്. അതിൻ്റെ കൂടെ ചപ്പട എന്ന് പറഞ്ഞിട്ടൊരു ചമ്മന്തിയുണ്ട്. അത് 10 രൂപയാണത്ര അന്ന് ഒരു കുമ്പിളിന് വില. ആ കുമ്പിളിൽ നിറയെ എറുമ്പായിരിക്കും. ആ എറുമ്പിനെ ഈ കുമ്പിളിൽ തന്നെ ചെറുതായിട്ട് ആവി ഒളിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതൊരു സ്രവം പുറപ്പെടുവിക്കും, ഒരു സെക്രീഷൻ പുറപ്പെടുവിക്കും. അപ്പോൾ അതിങ്ങനെ ഉണ്ടയായിട്ട് കൂടി നിൽക്കും. അതിന് ജീവൻ ഉണ്ടാവും, പക്ഷെ അതിന് പുറത്തു പോകാൻ പറ്റില്ല. അതൊരു കുമ്പിൾ കൊടുക്കും, പിന്നെ ഒരു ഉള്ളിയും കൊടുക്കും, പിന്നെ ഒരു ഇത്തിരി ഉപ്പും കൊടുക്കും. തൊട്ടടുത്ത് തന്നെ ഒരു കല്ലുണ്ടാവും അത്രേ. ആ കല്ലിൽ വെച്ചിട്ട് ഈ ഉള്ളി ഉപ്പും ഇതും കൂട്ടി അരച്ച് ഒരു ചമ്മന്തിയാക്കും. അത് ചപ്പട എന്ന് പറഞ്ഞ എറുമ്പി ചമ്മന്തി. അത് തൊട്ടിട്ടാണ് ഈ മൗവ അവർ കുടിക്കുന്ന അത്ര. അവരുടെ ഒരു ഗോത്രാചാരമാണ്. കുട്ടികളും മുതിർന്നവരും രോഗികളും സ്ത്രീകളും ട്രാൻസ് മനുഷ്യരും എല്ലാവരും ഒന്നിച്ചിരുന്ന് അവരത് കഴിക്കുമത്രേ. ഞാൻ പറഞ്ഞു വരുന്നത്, കണ്ണൂരിൽ ഉറുമ്പച്ചൻ ഭഗവാനാണ്, ശരി, അതിന് അവകാശമുണ്ട്. അതേപോലെ തന്നെ ചപ്പടയാക്കി ചമ്മന്തിയാക്കാൻ ഇപ്പുറത്തും അവകാശമുണ്ട്. ചുരുക്കം, ഇന്ന ജന്തുവിനെ തിന്നണം തിന്നരുത് എന്നല്ല, ഒരു ജന്തുവിൻ്റെ പേരിലും പരസ്പരം കൊല്ലരുത് എന്നാണ് ജനായത്തം, ബഹുസ്വരത മുന്നോട്ട് വെക്കേണ്ട മുദ്രാവാക്യം. അതിന് പകരം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എത്ര സൗമ്യമായിരുന്നു നമ്മുടെ പഴയ പശു. ഇന്നൊരു ശരാശരി ഇന്ത്യക്കാരന് നരിയേക്കാൾ പുലിയേക്കാൾ പേടിയുള്ള ജന്തുവായിട്ട് പശു മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഹരിയാനയിലെ പശുവിൻ്റെ എംബ്ലം, ഗോരക്ഷക് സംഘത്തിൻ്റെ പശുവിൻ്റെ എംബ്ലം സിംഹമാണെന്ന് തോന്നുന്നൊരു പശു. അത് തന്നെ രൗദ്രമാണ്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ വലത്തുഭാഗത്തൊരു വാള്, ഇടത്തുഭാഗത്തൊരു വാള്. അത്രയും മതിയായിരുന്നു. കാരണം റാണാ പ്രതാപൊക്കെ വാളുപയോഗിച്ചിട്ടാണല്ലോ യുദ്ധം ചെയ്ത്. അവിടെ നിർത്തിയില്ല. വാളിൻ്റെ അടുത്ത് ഒരു തോക്ക്, ഇപ്പുറത്തും ഒരു തോക്ക്.
2 വാള്, 2 തോക്ക്, രൗദ്രമൂർത്തിയായ ഒരു പശു. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ നാട്ടിൽ പലതരം പുള്ളികളുള്ള പശുക്കൾ, പലതരം സ്വഭാവമുള്ള പശുക്കൾ, അതൊക്കെ മാറിയിട്ട് പശു എന്ന് പറഞ്ഞാൽ 2 വാളും 2 തോക്കും രൗദ്ര സ്വഭാവമുള്ള ഒന്നായിട്ട് മാറുകയാണ്. ആത്മീയത, രൗദ്ര ആത്മീയത രൂപപ്പെടുകയാണ്. ഈ ഒരു സന്ദർഭത്തിൽ ഞാൻ അവസാനിപ്പിക്കുന്നത്, നേരത്തെ പറഞ്ഞു, നമ്മൾ ആക്രമണത്തിൻ്റെ, വയലൻസിൻ്റെ ഉപഭോക്താക്കളാകുന്നതിന് പകരം നമ്മൾ സൗഹൃദത്തിൻ്റെ ഉൽപ്പാദകരായിട്ട് മാറണം. സൗഹൃദം ഉൽപ്പാദിപ്പിക്കാനുള്ള വഴി എന്താണ്? ഒരുപക്ഷെ ജനാധിപത്യം ഏറ്റെടുക്കേണ്ട ഏറ്റവും വലിയൊരു പ്രവർത്തനമാണത്. അതിലൊന്ന് ഇരകളെ മറക്കാതിരിക്കുക എന്നുള്ളതാണ്. ഇരകളെ മറക്കാതിരിക്കുക. ഇരകളെ മറക്കുക എന്നതിൻ്റെ അർത്ഥം അവരെ കൊലക്ക് കൊടുക്കുക എന്നുള്ളതാണ്. ആദ്യത്തെ തവണ അവർ ഇരകളായപ്പോൾ നമുക്ക് തടുക്കാൻ കഴിഞ്ഞില്ല. വീണ്ടും അത് ആവർത്തിക്കുകയാണെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം നമുക്ക് കൂടിയായിരിക്കും. അതുകൊണ്ട് ഇരകളെ മറക്കാതിരിക്കുക. ബ്രത്ത് പങ്കുവെക്കുന്ന ഒരാശയമുണ്ട്. പീഡിതരായ മനുഷ്യരോട് പങ്കുവെക്കുന്ന കാരുണ്യമാണ് ലോകത്തിൻ്റെ ഏക പ്രതീക്ഷ. ആ അർത്ഥത്തിൽ വളരെ കൃത്യമായും ഇരകളെ മറക്കാതിരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത്, നോബൽ സമ്മാനം നേടിയ എലി വിസൽ അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ രാത്രി എന്ന ആത്മകഥാപരമായ നോവലിൽ അടയാളപ്പെടുത്തുന്നുണ്ട്. കഴിഞ്ഞത് നമ്മൾ മറക്കരുത്. കഴിഞ്ഞുപോയ കാര്യങ്ങൾ നമുക്ക് ഓർമ്മിക്കാൻ കഴിഞ്ഞാൽ ഒരു പക്ഷേ അത്തരം ഭീകരതകൾ നാളെ ആവർത്തിക്കുന്നത് തടയാൻ നമുക്ക് സാധിച്ചേക്കും, ഒരു പക്ഷേ. അതുകൊണ്ട് എന്തൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് അത് നമ്മൾ ഓർമ്മിക്കുക തന്നെ വേണം. ഹൊവാർഡ് സിൻഡിൻ്റെ പ്രസിദ്ധമായൊരു വാക്യമുണ്ട്, ഓർമ്മിക്കുന്ന മനുഷ്യരുടെ തൊലിക്കിടയിൽ ചുരുട്ടിപ്പിടിച്ചൊരു മുഷ്ടി, പ്രതിരോധത്തിൻ്റെ മുഷ്ടി ഉയരും. എന്നാൽ എല്ലാം മറന്നു പോകുന്ന മനുഷ്യരിൽ നിന്ന് അത്തരമൊരു പ്രതിരോധം നമുക്ക് പ്രതീക്ഷിക്കാനാവില്ല. എന്നാൽ കേരളത്തിൽ അതിനേക്കാൾ അപകടപ്പെട്ട ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തുന്നുണ്ട്. അത് പ്രത്യേകിച്ചും കേരളത്തിലെ മധ്യവർഗ മനുഷ്യരിലാണ് സംഭവിക്കുന്നത്. ഞാൻ വീണ്ടും എലി വിസലിനെ ഉദ്ധരിക്കുകയാണ്. അദ്ദേഹം പറയുന്നുണ്ട്, ദ ഓപ്പോസിറ്റ് ഓഫ് ലവ് ഈസ് നോട്ട് ഹെയ്റ്റ് ബട്ട് ഇൻഡിഫറൻസ്.